Hi students, നമ്മൾ ഇന്ന് എസ്എസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ടുഡേ വി ആർ ടു സ്റ്റഡി ദ ചാപ്റ്റർ 1 ദി എർത്ത് അവർ ഹോം പാർട്ട് 3 ഓഫ് എ സ്റ്റാൻഡേർഡ് 5. ഫസ്റ്റ് പാർട്ട് കോണ്ടിനെന്റ്സ്, then second part explain the continents, then now we studied about the oceans. ഇതെല്ലാം പഠിക്കുന്നുണ്ടോ? വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? ടെക്സ്റ്റ് വായിക്കുന്നുണ്ടോ? നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് you also take a test, and in the world map can you locate this oceans? All of you take your test. Oceans, there are 5 oceans അല്ലേ? ഏത് ആദ്യം പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഉണ്ടോ? പസഫിക് ഓഷ്യൻ, ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്, ബിക്കോസ് എർത്ത് ഈസ് റൗണ്ട്, ദറ്റ് ഈസ് വൈ അല്ലേ? പസഫിക് ഓഷ്യൻ. ദെൻ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദെൻ ആർട്ടിക് ഓഷ്യൻ, മുകളിൽ കണ്ടോ ആർട്ടിക് ഓഷ്യൻ, ദെൻ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ടല്ലോ, ദെൻ സതേൺ ഓഷ്യൻ. അങ്ങനെ 5 ഓഷ്യൻസ് ഉണ്ട്. അവിടെ ഓർക്കുക, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് സതേൺ ഓഷ്യൻസ്. ദർ ആർ 5 ഓഷ്യൻസ്. Then you also take a test and underline this main point about the oceans. Okay, oceans, take it. Oceans, the continents are separated each other by a large water bodies are called oceans. What is the oceans? Large water bodies are called oceans അല്ലേ? ജലസഞ്ചയങ്ങൾ അല്ലേ? അവയ്ക്കാണ് നമ്മൾ ഓഷ്യൻസ് എന്ന് വിളിക്കുന്നത്. There are 5 oceans. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് 5 ഓഷ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സതേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. These are the 5 oceans. First we studied about the Pacific Ocean. It is the largest and deepest ocean. ഏറ്റവും വലിയ ഓഷ്യൻ ഏതാണ്? പസഫിക് ഓഷ്യൻ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ, അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ഓഷ്യൻ ഓൾസോ. ഏറ്റവും കൂടുതൽ താഴ്ചയുള്ളത് അല്ലേ? ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം അന്റാർട്ടിക് ഇൻ ദ സൗത്ത് ആൻഡ് ആർട്ടിക് ഇൻ ദ നോർത്ത്. അതായത് സതേൺ പാർട്ടിൽ അന്റാർട്ടിക്കും നോർത്തേൺ പാർട്ടിൽ ആർട്ടിക് ആണ് ഇതിൻ്റെ സ്ഥാനം. ഇറ്റ് ലൈസ് ടു ദ വെസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ. Its world's deepest trench, Mariana Trench, is in the Pacific Ocean. എന്താണ് ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ? എ ലോങ് നാരോ ഡീപ്പ് ഡിപ്രഷൻ ഇൻ ദി ഓഷ്യൻ ഫ്ലോർ. അതായത് ഇടങ്ങളൊക്കെ പറയും, ഏറ്റവും ഇടുങ്ങിയ അല്ലേ ഒരു ഡീപ്പ് ഡിപ്രഷൻസ് ഇൻ ദി ഓഷ്യൻ ഫ്ലോർ ആർ കോൾഡ് ട്രെഞ്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ താഴ്ചയുള്ള ഭാഗം അല്ലേ? അതായത് മരിയാന ട്രെഞ്ചാണ് ഏറ്റവും അതായത് വേൾഡ്സ് ഡീപ്പസ്റ്റ് ട്രെഞ്ച് ആയ മരിയാന ട്രെഞ്ച് ഏത് ഓഷ്യനിലാണ്? പസഫിക് ഓഷ്യനിലാണ്. ദെൻ വാട്ട് ആർ ദ ആനിമൽസ് ഹിയർ? ഷാർക്ക്, ഡോൾഫിൻ ആൻഡ് അതർ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആർ ഫൗണ്ട് ഇൻ ദിസ് പസഫിക് ഓഷ്യൻ. അപ്പം ഏറ്റവും ലാർജസ്റ്റ് ഓഷ്യൻ ഏതാണ്? പസഫിക് ഓഷ്യൻ. ആൻഡ് ഇറ്റ് ഹാസ് എ ഡീപ്പസ്റ്റ് ട്രെഞ്ച്. ഇറ്റ്സ് നെയിം മരിയാന ട്രെഞ്ച്, ദറ്റ് ഈസ് ഇൻ പസഫിക് ഓഷ്യൻ. ദെൻ ഹിയർ ഈസ് എ പിക്ചർ, നോ? That is a Pacific ring of fire. That what is it? Active volcanoes are found in this belt. Horseshoe ഷേപ്പിലാണ് ഈ ബെൽറ്റ് കാണപ്പെടുന്നത്. അവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആക്റ്റീവ് വോൾക്കാനോസ് ആർ ഫൗണ്ട് ഹിയർ. സോ ദിസ് ബെൽറ്റ് ഈസ് കോൾഡ് ദ പസഫിക് റിംഗ് ഓഫ് ഫയർ. അതായത് പൊട്ടാൻ സാധ്യതയുള്ള വോൾക്കാനോസിൻ്റെ അഗ്നിപർവ്വതങ്ങളെല്ലാം ഈ ഓഷ്യനിലുണ്ട്. അതുകൊണ്ട് ഈ ബെൽറ്റിനെ ഏത് പേരിലറിയാം? പസഫിക് റിംഗ് ഓഫ് ഫയർ. അപ്പോൾ വാട്ട് ഈസ് എ പസഫിക് റിംഗ് ഓഫ് ഫയർ? ദ വേൾഡ്സ് ആക്റ്റീവ് വോൾക്കാനോസ് ആർ ഫൗണ്ട് ഇൻ ദിസ് horseshoe shaped belt in the Pacific Ocean. It is called Pacific ring of fire. Active volcanoes ആണ് അവിടെ ഉള്ളത്. Then these are about Pacific Ocean. Then Atlantic Ocean. What is the Atlantic Ocean? What is the, you know the positions? Yes. Then what is its shape? It is a S shaped. Yes, it is a map again.
it is in S-shaped ocean. Which is a S-shaped ocean? Atlantic Ocean. Can you see this? കണ്ടോ ഈ ഓഷ്യൻ്റെ പൊസിഷൻ കണ്ടോ ഇങ്ങനെ ഒരു എസിൻ്റെ ഷേപ്പില്ല കണ്ടോ ഓക്കെ അതായത് യൂറോപ്യൻ കോണ്ടിനെൻറ്റ് ആഫ്രിക്ക ഒരു വശത്ത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഒക്കെ മറുവശത്ത് അപ്പോൾ ഒരു ആർട്ടിക് ഓഷ്യൻ്റെ താഴ്വശത്തോടെ ഒരു എസ് ഷേപ്പിലാണ് ഏത് അറ്റ്ലാന്റിക് ഓഷ്യൻ കാണപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ എസ് ഷേപ്ഡ് ഓഷ്യൻ. ലാർജസ്റ്റ് ഇറ്റ് ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ. സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. ഫസ്റ്റ് പസഫിക്, സെക്കൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് സെപ്പറേറ്റ്സ് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക ഫ്രം യൂറോപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ, അതായത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പും ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഓഷ്യനും കൂടിയാണ് ഏത് അറ്റ്ലാന്റിക് ഓഷ്യൻ. കണ്ടോ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ദെൻ യൂറോപ്പ്, ആഫ്രിക്ക, കണ്ടോ ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് ഈസ് എസ് ഷേപ്ഡ്. ദെൻ a ridge also here is a mountain range, underground mountain range here. Ridge എന്ന് പറഞ്ഞാൽ long narrow top of a mountain or a group of mountain here, that is a ridge, a group of mountain. This mid-Atlantic ridge, that is also here found in this ocean floor of this Atlantic oceans. Okay, this is about Atlantic Ocean. Second largest ആണ്, S-shaped ആണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ കാണപ്പെടുന്നു. ദെൻ വാട്ട് അബൌട്ട് ഇന്ത്യൻ ഓഷ്യൻ? ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ. മൂന്നാമത്തെ ലാർജസ്റ്റ് ഓഷ്യനാണ് ഏത്? ഇന്ത്യൻ ഓഷ്യൻ. യു അണ്ടർലൈൻ ദിസ് മെയിൻ പോയിന്റ്. യു ഓൾസോ ടേക്ക് യുവർ ടെസ്റ്റ് ആൻഡ് അണ്ടർലൈൻ ഇറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ പേരിനോട് അനുബന്ധിച്ചുള്ള ഒരു ഓഷ്യനാണ് ഏത്? ഇന്ത്യൻ ഓഷ്യൻ. അത് ഏത് രാജ്യമാണ്? ഇന്ത്യ എന്ന കൺട്രിയോടനുബന്ധിച്ചാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന പേര്. അപ്പോൾ ഒരേ ഒരു ഓഷ്യനേ ഉള്ളൂ ഒരു കൺട്രിയുടെ പേരിനോട് അനുബന്ധിച്ചല്ലേ. ഈ ദ ഓഷ്യൻ സെപ്പറേറ്റ് ഓസ്ട്രേലിയ ഫ്രം ആഫ്രിക്ക. ഏത് കോണ്ടിനെൻറ്റുകളെ വേർതിരിക്കുന്നതാണ്? ആഫ്രിക്കയും ഓസ്ട്രേലിയയും വേർതിരിക്കുന്ന ഒരു ഓഷ്യനാണ് ഏത്? ഇന്ത്യൻ ഓഷ്യൻ. ഡീപ്പസ്റ്റ് പോയിന്റ് ഹിയർ ദാറ്റ് ഈസ് സുൻഡർ ട്രെഞ്ച്. സുൻഡർ ട്രെഞ്ചാണ് ഏറ്റവും താഴ്ചയുള്ള ഭാഗം ഏത്? ഇന്ത്യൻ ഓഷ്യൻ. നമ്മൾ പസഫിക്കിൽ പഠിച്ചു ഏതാണ്? മരിയാന ട്രെഞ്ച്. അതുപോലെ ഇന്ത്യൻ ഓഷ്യനിലെ ഡീപ്പസ്റ്റ് പോയിൻ്റാണ് സുൻഡർ ട്രെഞ്ച്. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ജാവ, കോസ്റ്റ് ഓഫ് ജാവ. ദെൻ ഫോർത്ത് ലാർജസ്റ്റ് ഓഷ്യൻ ദാറ്റ് ഈസ് ഏതാണ്? സതേൺ ഓഷ്യൻ. സതേൺ ഓഷ്യൻ ഈസ് ദ ഫോർത്ത് ലാർജസ്റ്റ് ഓഷ്യൻ ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് southern portion of Atlantic, Pacific, and it is surrounded by a sea in the Antarctica. So it is southern portion of Pacific and Arctic and Indian Ocean. ഈ മൂന്ന് ഓഷ്യൻസിൻ്റെയും കൂടെ യോജിച്ചുള്ളതാണ് ഏത്? സതേൺ ഓഷ്യൻസ്. ദെൻ നാരോസ്റ്റ് പ്ലേസ്ഡ്, ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിൻ്റെ ഏതാണ്? ഡ്രേക്ക് പാസേജ്. ഡ്രേക്ക് പാസേജ് ആണ് ഈ സതേൺ ഓഷ്യൻ്റെ നാരോസ്റ്റ് പ്ലേസ്. അപ്പോൾ എന്തൊക്കെ അറിയണം? സതേൺ ഓഷ്യൻ ഫോർത്ത് ലാർജസ്റ്റ് ആണ്. ദെൻ ഏതൊക്കെ ഓഷ്യൻസിൻ്റെ കോമ്പിനേഷനാണ്? പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. പിന്നെ സം ഓഫ് ദ സീസ് ഓഫ് സറൗണ്ടിങ് സം പാർട്ട് സറൗണ്ടഡ് അന്റാർട്ടിക്ക ഓൾസോ അല്ലേ. ആൻഡ് ദ നാരോസ്റ്റ് പ്ലേസ് ഹിയർ ഈസ് എ ഡ്രേക്ക് പാസേജ്. ദെൻ ലാസ്റ്റ് ആർട്ടിക് ഓഷ്യൻ, ഏറ്റവും ടോപ്പസ്റ്റ്. ആർട്ടിക് ഓഷ്യൻ ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഏറ്റവും ചെറിയ ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ നോർത്ത് പോൾ, ഏറ്റവും മുകൾ ഭാഗമാണ് ആർട്ടിക് ഓഷ്യൻ. മറ്റേത് സതേൺ ഓഷ്യൻ സൗത്തേൺ പാർട്ട്. ഇറ്റ് ഈസ് നിയർലി ലാൻഡ് ലോക്ക്ഡ്, സറൗണ്ടഡ് ബൈ the countries are Greenland, Canada, Alaska, Russia, Iceland and Norway. These are the countries surrounded by this Arctic Ocean. It is covered partly with ice perennially. Perennially here means always existing. എപ്പോഴും നിലനിൽക്കുന്ന എന്താ? This ocean is always covered with ice. ഏതാ? ആർട്ടിക് ഓഷ്യൻ ആണ്. എപ്പോഴും മഞ്ഞ് മൂടിക്കെട്ട ഒരു സ്ഥലം. ഹിയർ ഈസ് എ പിക്ചർ. സ്നോ കവേർഡ് ആർട്ടിക് ഓഷ്യൻ ഉണ്ടോ? എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ് ആർട്ടിക് ഓഷ്യൻ. ആൻഡ് യു ഫൈൻഡ് ദി ട്രൂ ഓർ ഫോൾസ് ഓൾസോ. Here you write the answers. Okay, you read the lesson well and study it well. Our first chapter is over. Thank you.